നീലക്കുറിഞ്ഞി കൊണ്ട് അതിപ്രശസ്തമാണ് ഇടുക്കി ജില്ലയെങ്കിൽ, വള്ളംകളി കൊണ്ട് അതിപ്രശസ്തമാണ് ആലപ്പുഴയെങ്കിൽ, ആമ്പൽ വസന്തം കൊണ്ട് അതിപ്രശസ്തമാണ് കോട്ടയം ജില്ല. അക്ഷര നഗരിയിൽ നിന്നും 7 കിലോമീറ്റർ കിഴക്ക് മാറി കൊല്ലാടെന്ന പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തിൽ കൊല്ലാട് കിഴക്കുപുറം എന്ന പ്രദേശത്താണ് ഈ ആമ്പൽ വസന്തം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വിവിധ മതസ്ഥരുടെ ആരാധനാലയം കൊണ്ട് പരിശുദ്ധിയുടെ പരിഭാവനമായി തീർന്ന കൊല്ലാട്, ആ കൊല്ലാട് കിഴക്കുപുറത്താണ് 200 ഏക്കറിൽ നെൽകൃഷിയുള്ള പാടശേഖരത്തിൽ ഈ ആമ്പൽ വസന്തമുള്ളത്. ഈ ആമ്പൽ വസന്തം കാണുകയാണെങ്കിൽ കണ്ണിന് കുളിർമ മാത്രമല്ല, മനസ്സിനും ആനന്ദമേകുന്ന ഒന്നാണ്. ഈ ആമ്പൽ വസന്തം കാണുവാൻ ഏവരെയും കൊല്ലാട് കിഴക്കുപുറത്തേക്ക് സഹർഷൻ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ക്ഷണിക്കുക കൂടിയാണ്. കോട്ടയം കൊല്ലാട് കിഴക്കുംപുറം പാടശേഖരത്ത് പതിവ് തെറ്റിക്കാതെ ഇക്കൊല്ലവും വർണ്ണമനോഹരമായ ആമ്പൽ പൂക്കൾ പട്ടുമെത്ത വിരിച്ചതുപോലെ കണ്ണെത്താ ദൂരത്ത് വിരിഞ്ഞു നിൽക്കുകയാണ്. ആമ്പലഴകിന്റെ പുലർക്കാല വശ്യത എത്ര കണ്ടാലും അനുഭവിച്ചറിഞ്ഞാലും മതിവരില്ല എന്നത് സത്യമാണെന്ന് ഓരോ സന്ദർശകനും കണ്ടുകഴിഞ്ഞാൽ ബോധ്യമാകും. പ്രകൃതി സ്നേഹികളായ പക്ഷി നിരീക്ഷകർക്കും ഈ കാഴ്ച ഒരനുഭവമാണ്. പലതരം നീർപക്ഷികളെ ആമ്പലുകൾക്കിടയിൽ കാണാനും ക്യാമറയിൽ പകർത്താനും കഴിയും. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരും ഫോട്ടോഗ്രാഫർമാരും സന്ദർശകരായി ഇവിടെ എത്തുന്നു. കൂടാതെ മറ്റു ജില്ലകളിൽ നിന്ന് വരെ മോഡൽ ഫോട്ടോഗ്രാഫിക്കും വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്കുമായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തെ മറ്റ് ആമ്പൽപ്പാടങ്ങളിൽ അനുഭവപ്പെടുന്ന കാഴ്ചക്കാരുടെ തിരക്ക് ഇവിടെ കുറവായതിനാൽ എത്തുന്നവർക്ക് വളരെ നേരം ചിലവഴിക്കാനും ആമ്പലുകൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിക്കാനും സാധ്യമാകും. നിലവിലെ സാഹചര്യത്തിൽ ആമ്പൽപ്പാടത്തിന് സമീപം താമസിക്കുന്ന അനിൽ തന്റെ വള്ളത്തിൽ സന്ദർശകരെ ആമ്പൽപ്പൂകൾക്കിടയിലൂടെയുള്ള യാത്രയ്ക്ക് സഹായിക്കും. ആമ്പൽ കാഴ്ച അതിന്റെ എല്ലാ മനോഹാരിതയോടെ ആസ്വദിക്കാൻ പുലർച്ചെ 6 മണി മുതൽ 9 മണി വരെയാണ് ഉത്തമമായ സമയം. ഏതാണ്ട് 150 പരം ഏക്കറിലാണ് ഈ മനോഹര കാഴ്ച വ്യാപിച്ചു കിടക്കുന്നത്. കോട്ടയത്ത് കൊല്ലാട് ബോട്ട് ജെട്ടി കവലയിൽ നിന്ന് തിരിഞ്ഞ് കൊല്ലം കവലയിലെത്തുക. അവിടെ നിന്ന് തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ യാത്ര ചെയ്യുക. ക്ഷേത്രത്തിന് തൊട്ട് താഴെയാണ് കിഴക്കുംപുറം പാടശേഖരം.